കയറേണ്ടവർ കയറും, അത്രേ ഉള്ളൂ, ഇല്ലാത്തവർ കയറത്തില്ല. മാടമ്പികളുടെ പിന്നാലെ നടക്കുന്ന അവസ്ഥ CPM ഇല്ല. അയ്യപ്പൻ മാളികപ്പുറത്തുള്ള വിവാഹം കഴിച്ചു. ആ വിധി നടപ്പാക്കാൻ സന്നദ്ധമാണ്. എന്നു മുതലാണ് CPM-ന് അയ്യപ്പ സ്നേഹം കൂടി വന്നത്? എത്ര സ്ത്രീകളെ വേണമെങ്കിലും ആചാര ലംഘനത്തിനായി ശബരിമലയിൽ കയറ്റുമെന്ന് പറഞ്ഞ അതേ ഇടതുപക്ഷം, ആർത്തവ രക്തം കൊണ്ട് അയ്യന് പ്രതീകാത്മക അഭിഷേകം നടത്തിയ അതേ ഇടതുപക്ഷം, അയ്യനെയും മേൽശാന്തിമാരെയും അവഹേളിച്ച അതേ ഇടതുപക്ഷം എങ്ങനെയാണ് വിശ്വാസികളാവുന്നത്? CPM വിശ്വാസികൾക്കൊപ്പം എന്ന് പറഞ്ഞ് ആരെയാണ് നിങ്ങൾ ഇനിയും പറ്റിക്കുന്നത്? ഓരോ ഘട്ടത്തിലും നിങ്ങളുടെ പ്രസംഗങ്ങളിൽ അയ്യപ്പനെയും ഹിന്ദു സമൂഹത്തെയും നിങ്ങൾ അവഹേളിക്കാൻ മറന്നിരുന്നില്ല. വിശ്വാസികളായ സ്ത്രീകൾ ഈറങ്ങണിഞ്ഞ് ക്ഷേത്ര ദർശനം നടത്തുന്നത് അവരുടെ ശരീരം പ്രദർശിപ്പിക്കാനാണെന്ന് PK ശ്രീമതി പറഞ്ഞത് നിങ്ങൾ മറന്നോ? ശബരിമലയിൽ സർക്കാർ അനുവദിച്ച 100 കോടി കൊണ്ടുപോയി തിന്നട്ടെ എന്ന് പറഞ്ഞ് അയ്യപ്പ ഭക്തരുടെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പിയ വർത്തമാനം പറഞ്ഞത് നിങ്ങളുടെ സഖാവ് MM മണിയായിരുന്നു. ആചാര ലംഘനത്തിന് ഇനിയും എത്ര സ്ത്രീകളെ വേണമെങ്കിലും കയറ്റുമെന്ന് പറഞ്ഞത് നാം തമസ്കരിച്ചുകൂടാ. അയ്യപ്പസ്വാമിയുടെ ബ്രഹ്മചര്യത്തെ വരെ പരസ്യമായി അധിക്ഷേപിച്ച M സ്വരാജിനെയും നിങ്ങൾ മറന്നു. നിസ്വാർത്ഥരായ അയ്യപ്പ വിശ്വാസികളെ പിന്തുണച്ച സാമുദായിക സംഘടനകളെ മാടമ്പികളായി മുദ്രകുത്തിയത് നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി ആയിരുന്നില്ലേ? അപ്പീൽ ആവശ്യം പോലും പരിഗണിക്കാതെ സുപ്രീം കോടതി വിധി നടപ്പാക്കിയ മുഖ്യമന്ത്രിക്ക് ഭക്തരോട് എന്ത് പ്രതിബദ്ധതയാണ് ഉണ്ടായിരുന്നത്? ശബരിമല തന്ത്രിയെയും നിങ്ങൾ അവഹേളിക്കാൻ മറന്നിരുന്നില്ല. ലക്ഷക്കണക്കിന് വിശ്വാസി ഹൃദയങ്ങളെ മുറിവേൽപ്പിച്ചുകൊണ്ടായിരുന്നു നിങ്ങളുടെ ഓരോ നിലപാടുകളും. ശരണം വിളിച്ചും നാമജപയാത്രകൾ നടത്തിയും സമാധാനമായി പ്രതിഷേധിച്ച അയ്യപ്പ ഭക്തരെയും അമ്മമാരെയും നിങ്ങൾ തെരുവിൽ വലിച്ചിഴച്ച് മർദ്ദിച്ചില്ലേ? ആയിരക്കണക്കിന് അയ്യപ്പ ഭക്തർക്കെതിരെ കള്ളക്കേസെടുത്ത് ജയിലിൽ അടച്ചില്ലേ? ആഗോള അയ്യപ്പ സംഗമം ഭക്തർക്ക് വേണ്ടിയാണെങ്കിൽ കോടിക്കണക്കിന് ഭക്തരെത്തുന്ന ശബരിമലയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുകയല്ലേ സർക്കാർ ആദ്യം ചെയ്യേണ്ടിയിരുന്നത്? പമ്പയിൽ ഹൈന്ദവ സംഘടനകൾ നടത്തിവന്നിരുന്ന സേവന പരിപാടികൾക്ക് നിരോധനം ഏർപ്പെടുത്തിയത് എന്തിനായിരുന്നു? എല്ലാം വിളിച്ചോതുന്നത് CPM-ന്റെ വ്യക്തമായ ഇരട്ടത്താപ്പ് തന്നെയാണ്. അയ്യപ്പനെയും അയ്യപ്പ ഭക്തരെയും കരുക്കളാക്കി വോട്ട് തട്ടാനുള്ള രാഷ്ട്രീയ നാടകം, വിശ്വാസികളിൽ നിന്ന് ചോർന്നുപോയ വോട്ടുകൾ വീണ്ടെടുക്കാനുള്ള നാടകം. നിങ്ങളുടെ ഈ അവസരവാദ നയം അരിഭക്ഷണം കഴിക്കുന്ന എല്ലാവരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. തേൻകുടത്തിൽ കൈയിട്ടാൽ നക്കാതിരിക്കാൻ ഒക്കുമോ? അതും അക്ഷയപാത്രമായ ശബരി സന്നിധിയിലെ ഭണ്ഡാരപ്പെട്ടിയാണെങ്കിലോ? ഒരിക്കലുമില്ല. ശബരിമലയിൽ CPM തങ്ങളുടെ കക്കൽ രാഷ്ട്രീയം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 2024-25 ശബരിമലയിൽ നിന്ന് മാത്രം സർക്കാരിന് 440 കോടിയുടെ റെക്കോർഡ് വരുമാനമാണുണ്ടായത്. എന്നിട്ടും ശബരിമല വികസന മുരടിപ്പിൽ തുടരണമെങ്കിൽ കാരണം എന്താണ്? നിങ്ങളുടെ ഉള്ളിലും ഭയം ഉടലെടുത്തിരിക്കുന്നു. അതുകൊണ്ടല്ലേ നഷ്ടപ്പെട്ട വോട്ടുകൾ തിരിച്ചുപിടിക്കാനുള്ള അടവുമായി ഇന്ന് ഭക്തരുടെ കണ്ണിൽ പൊടിയിട്ട് അയ്യപ്പ സംഗമവും കൊണ്ടിറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടല്ലേ സംഗമത്തിന്റെ പേരിലും പ്രിവിലേജ് കാർഡിറക്കി അയ്യനെ വെറും പ്രദർശന വസ്തുവാക്കി പണം തട്ടാനുള്ള പരിപാടി ആസൂത്രണം ചെയ്യുന്നത്. ഇതിലൂടെ അയ്യപ്പനെ ഒരു കച്ചവട വസ്തുവാക്കുകയല്ലേ 1 ലക്ഷം മുതൽ 3 കോടി വരെയുള്ള സ്പോൺസർഷിപ്പുകൾക്ക് ക്ഷണം നൽകിക്കൊണ്ട് നിങ്ങൾ ഉന്നം വയ്ക്കുന്നത്? സ്വന്തം കീശ നിറയ്ക്കാനുള്ള സർക്കാരിന്റെ രാഷ്ട്രീയ നാടകമല്ലേ തുറന്നു കാട്ടുന്നത്? വോട്ടിനായി എന്ത് നെറുകേട് ചെയ്യാനും മടിയില്ലെന്ന സർക്കാരിന്റെ രാഷ്ട്രീയ തന്ത്രമല്ലേ ഈ പെട്ടെന്നുണ്ടായ അയ്യപ്പ വിശ്വാസം?